ജയിച്ചിരിക്കുന്നു. കൊടുങ്ങാനൂരിൽ വി രാജേഷ് ജയിച്ച വാർത്ത കൂടി വരികയാണ്. മേയർ സ്ഥാനാർത്ഥി ബിജെപിയുടെ കൊടുങ്ങാനൂരിൽ നിന്ന് വി രാജേഷ് ജയിച്ചിരിക്കുന്നു. വി രാജേഷ് കൂടി വിജയിച്ചിരിക്കുന്നു. ശ്രീലേഖ IPSന് പിന്നാലെ മറ്റൊരു മിന്നുന്ന വിജയം ആണ് ഇപ്പോൾ കൊടുങ്ങാനൂരിൽ നിന്ന് പുറത്തു വരുന്നത്. വി രാജേഷ് ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത് എന്നതാണ്. വി രാജേഷ് ഒരു പക്ഷേ ഇനി ഒരു മേയർ സ്ഥാനത്തേക്ക് അടക്കം ഉൾപ്പെടെ വരുമ്പോൾ അങ്ങനെ NDAക്ക് ഭരണത്തിലേക്ക് 51ലേക്ക് എത്തുമോ എന്നതിൽ നമുക്കിപ്പോഴും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ അപ്പോഴും BJP മുന്നിൽ നിർത്തിയ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുന്നു. ശ്രീലേഖ IPS ഉൾപ്പെടെ വിജയിച്ചു കയറുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഈ വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴും തലസ്ഥാനത്ത്, അതായത് ഈ RSS പ്രവർത്തകരുടെ ആത്മഹത്യ അടക്കം ഉണ്ടാക്കിയ വിവാദങ്ങൾ നോക്കാൻ മറികടന്നുകൊണ്ട് ഇനിയിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഉറ്റുനോക്കുന്ന തലസ്ഥാനത്ത് ഈ രീതിയിൽ ഒരു മുന്നേറ്റം പിടിക്കാൻ പറ്റുന്നത് കേരളത്തിലെ BJPക്ക് സംസ്ഥാനത്ത് മാത്രമല്ല ഒരുപക്ഷെ കേന്ദ്രത്തിൽ പോലും അതൊരു വലിയ മിന്നുന്ന തിളക്കമായി. തീർച്ചയായും. അതായത് തൃശ്ശൂരിലെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അത് നേമത്ത് നിന്നായിരിക്കും മത്സരിക്കുക എന്നും പറയുമ്പോൾ തലസ്ഥാന നഗരത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നത്, തലസ്ഥാന ജില്ലയിൽ എങ്ങനെയൊക്കെ മത്സരിക്കണമെന്നത് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു BJP എന്നുള്ളതാണ്. അവിടെയാണ് തിരുവനന്തപുരം എന്ന ഈ കോർപ്പറേഷൻ പിടിക്കുക എന്ന കൃത്യമായ അജണ്ടയോടുകൂടി മുന്നോട്ട് പോയത്. പക്ഷേ അപ്പോഴും ചില വിമർശനങ്ങളുണ്ടായിരുന്നു. അപർണ സൂചിപ്പിക്കുന്നത് പോലെ മേയർ അതായത് കോർപ്പറേഷനിലെ അംഗത്തിന്റെ ആത്മഹത്യ മാത്രവുമല്ല, ഈ അതിനു മുമ്പുണ്ടായ ബാങ്കുകളുമായി ബന്ധപ്പെട്ട സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ 2020 ഒരു കരുത്തുറ്റ പ്രചാരണ പരിപാടികൾ ആയിരുന്നില്ല BJPക്ക് ഇത്തവണ നടത്താൻ സാധിച്ചത് എന്ന വിമർശനവും ഉയർന്നിരുന്നു. പക്ഷേ അവിടെയാണ് വലിയ മുന്നേറ്റം. അതായത് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി മറികടക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും കഴിഞ്ഞ തവണത്തെ 2020 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വോട്ട് മറിഞ്ഞേക്കുമെന്ന് കരുതി മറുഭാഗത്ത് നിന്ന് രാഷ്ട്രീയ മുന്നണികൾ ഉയർത്തി കാണിച്ച ചില വിഷയങ്ങൾ ആ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയണോ? തലസ്ഥാനത്ത് BJPക്ക് തിരിച്ചടി വരും, ഈ ആത്മഹത്യകളടക്കം ഈ ബാങ്ക് വിഷയങ്ങളടക്കം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതുണ്ടാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തിരിച്ചടിയാകുമെന്ന് UDF ഭയപ്പെട്ട ഇടങ്ങളിൽ പോലും അത് UDFന് തിരിച്ചടിയായി വരുന്നില്ല. ശബരിമല വിഷയം തിരിച്ചടിക്കും LDFന് എന്ന് കരുതിയെടുത്തതുപോലും BJPയിൽ നിന്ന് ആ ഭരണം പിടിച്ചെടുക്കാൻ LDFന് കഴിയുന്നു. അങ്ങനെ തരത്തിലുള്ള ചില അപ്രതീക്ഷിതമായിട്ട് അട്ടിമറികളുടെ ഒരു ഇക്വേഷൻസ് ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. തൃപ്പൂണിത്തറയിൽ 10 റൗണ്ട് വോട്ടുകൾ ആ നിലയിലേക്ക് എത്തുമ്പോൾ തൃപ്പൂണിത്തറയിൽ NDAയുടെ ഒരു വലിയ മുൻതൂക്കമുണ്ടായിരുന്നു. അതിന് തടയിടുകയാണോ LDF എന്ന സംശയമുയരുന്നു. അതായത് ഇപ്പോൾ തൃപ്പൂണിത്തറ നഗരസഭയിൽ NDA 19 വാർഡുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ അവിടെ 18 വാർഡിലേക്ക് LDF തിരികെ എത്തുന്നു എന്നുള്ളതാണ്. UDF 12 ഇടത്ത് എന്നതാണ് സാധ്യത. നേരത്തെ ഏതാണ്ട് തൃപ്പൂണിത്തറ NDA തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പരിശോധിച്ച് അവിടെ ഏതെങ്കിലും തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തിരുത്തി അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരംഗമുണ്ടോ? ഒരു UDF തരംഗമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതല്ല, നമ്മളിപ്പം നമുക്ക് ചില സ്ഥലങ്ങളിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസൾട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലോക്സഭ എടുക്കുകയാണെങ്കിൽ അവിടെ ലോക്സഭയിൽ നമ്മൾ കണ്ടത് ഒരു ലോക്സഭ മാത്രമാണ് LDF ജയിച്ചത്, മറ്റ് മുഴുവൻ UDF ജയിക്കുകയുണ്ടായി. അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ 100-ൽ പരം നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ UDF ലീഡുണ്ടായിരുന്നു. അപ്പോൾ ഇത് പല തരത്തിലുള്ള നമ്മൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കില്ല ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും. അപ്പം ഇത് കൃത്യമായി ഇത് സമയമെടുത്ത് ഇതിൻ്റെ പൂർണ്ണ വിവരം വന്നതിന് ശേഷമാണ് നമുക്ക് പഠിച്ചിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ലോക്സഭയുടെ വെച്ച് നോക്കുമ്പോൾ അത്രയും ആഴത്തിലൊന്നും ഈ കാര്യങ്ങൾ ഒരു സെറ്റ് ബാക്ക് LDF വന്നതിന് ശേഷം LDFിലേക്ക് കേരള കോൺഗ്രസ് വന്നതിന് ശേഷം വലിയ മുന്നേറ്റം ജില്ലയിൽ ഉണ്ടാക്കിയത്. പക്ഷേ ഇത്തവണ അത് ഇല്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട്. ഇപ്പോൾ പാലാ മുനിസിപ്പാലിറ്റി തന്നെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 2 ചിഹ്നത്തിൽ വിജയിച്ചത് 10 സ്ഥാനാർത്ഥികളായിരുന്നു. ഈ പ്രാവശ്യവും 2 ചിഹ്നത്തിൽ ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചത് 10 സ്ഥാനാർത്ഥികൾ തന്നെ ഈ പ്രാവശ്യം വിജയിച്ചു. പക്ഷെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചെറിയ ചുരുങ്ങിയ വോട്ടുകൾക്കാണ്
ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വസ്തുതയാണ്. സർക്കാരിന് ഒരു വിലയിരുത്തലാണ്, സർക്കാരിന് ഏറ്റവും തിരിച്ചടിയാണ്. സർക്കാരിന്റെ വികസനങ്ങൾ പറഞ്ഞാണല്ലോ നിങ്ങൾ വോട്ട് ചോദിച്ചത്. ഇതിനകത്ത് പല സ്ഥലങ്ങളിലും അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുകളുണ്ട്. അതെപ്പോഴും വളരെ പ്രത്യക്ഷമായി നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏത് തരത്തിലാണ് വികസനം പുറകോട്ട് പോയത്, അത് ക്ഷേമ പെൻഷനാകട്ടെ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം, ഇതിലെല്ലാം മുന്നിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിക്കണമല്ലോ. അതല്ല സൗജന്യ വാഗ്ദാനങ്ങൾ എന്നുള്ളതല്ല, അത് അർഹതപ്പെട്ട അതല്ലേ പലപ്പോഴും UDF തന്നെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുത്തത് കൈക്കൂലിയാന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഏതൊക്കെയാലും LDFന്റെ യോഗങ്ങളുണ്ട്, അത് അടുത്ത ദിവസം തന്നെയുണ്ട്. തീർച്ചയായും ഈ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യും. ഘടകകക്ഷി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സഖ്യം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ആണ്. അപ്പോൾ സ്വതന്ത്രമായി ചർച്ച അങ്ങനെ നടക്കുമോ? അല്ല, നമ്മൾ ഭരണം പിടിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ആത്യന്തികമായ ഒരു നിലപാടെടുത്തു. ആ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. അത് UDF കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കി. അതിനുശേഷം നമുക്കറിയാം വളരെ വിഷമവും പ്രയാസങ്ങളും ഒക്കെ കേരള കോൺഗ്രസ് കടന്നുപോയി. ഇപ്പോഴും ആ സംഘടനാപരമായി ബലത്തിലാണ് നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ മുന്നണിക്കകത്ത് മറ്റ് സ്ഥലങ്ങളിൽ കാണിക്കുന്നത് പോലെ വലിയ സമ്മർദ്ദം പുലർത്തിയൊന്നുമല്ല. അത് എവിടെയാണോ നമ്മൾ ജനവിധി എങ്ങനെയാണോ അല്ല അത് ഈ തീരുമാനിക്കേണ്ടതൊക്കെ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഇപ്പോൾ നമുക്ക് ഭരണം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ഇക്വേഷൻസ് അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെന്താന്നുള്ള ആ രീതി ജനം എന്താ ആഗ്രഹിക്കുന്നതിരിക്കാനാണ് ഞങ്ങൾ കൂട്ടുകെട്ട് പാലായിൽ മാത്രമാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. അത് ചില പ്രത്യേക മേഖലകളിൽ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേട്ടോ ശ്രദ്ധിക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇങ്ങനെയൊരു കൂട്ടുകെട്ട് UDFും മറ്റ് കക്ഷികളുമായിട്ടുണ്ടായിരുന്നു. അത് ഒരു ചില മേഖലയിൽ വോട്ടർമാർ തന്നെ അത് റിയലൈസ് ചെയ്തു. ഇപ്പോൾ മുത്തോലി പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ അവിശുദ്ധ കൂട്ടുകെട്ട്, തദ്ദേശം വേറെ, നിയമസഭ വേറെ, ലോക്സഭ വേറെ. സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിയുടെ പ്രതികരണം. പക്ഷേ ജോസ് കെ മാണിയുടെ ശരീരഭാഷയിൽ വലിയ നിരാശയുണ്ട്. പറഞ്ഞ എന്തു തന്നെയാണെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായൊരു മറുപടി നൽകാൻ കഴിയാതെ പോകുന്നു. കഴിഞ്ഞ തവണത്തെ ഇതുപോലെ സീറ്റുകൾ നിലനിർത്തി, അതിനുശേഷം അദ്ദേഹം പറയുന്നു അവിശുദ്ധ കൂട്ടുകെട്ടാണ് തോൽപ്പിച്ചത് എന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നിരാശ മുഖത്ത് പ്രകടമാണ്. എന്തായാലും ഇത് ഈ ഉർവശി ശാപം ഉപകാരം പോലെ ഇതിന്റെ മറ്റൊരു വിഷയമുണ്ട്. കാരണം കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ ഒരു സമ്മർദ്ദമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ CPMന്റെ കയ്യിൽ പന്ത് കിട്ടുന്നു എന്നുള്ളൊരു സാധനം ഇതിനകത്തുണ്ടാകും. ഈ വലിയൊരു തിരിച്ചടി ഒരു പക്ഷേ ഈ മുന്നണിയുടെ ഭാഗമായി ചില ചർച്ചകളൊക്കെ, മുന്നണി മാറ്റം പോലെയുള്ള ചർച്ചകൾ പോലും ആ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അക്കാര്യങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ജോസ് കെ മാണി അതെല്ലാം തള്ളിക്കളയുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. എങ്കിൽ പോലും ഇപ്പോഴിതാ ഈ മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ പൊതുവെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ജോസ് കെ മാണിക്ക് ഇത്തവണ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണക്യ തന്ത്രം തന്നെയായിരുന്നു ജോസ് കെ മാണിയെ പോലെ, അതായത്